ഹരിയോടൊപ്പം എന്ന സോഷ്യൽ മീഡിയ സീരീസിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നാളെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടാതെ ഇന്നിൽ ജീവിക്കുമെന്ന് ഗുരുക്കന്മാർ പറയാറുണ്ട്. എന്താണ് അതേക്കുറിച്ച് ഹരിയുടെ അഭിപ്രായം? ഈ വിഷയത്തിൽ പല ഗുരുക്കന്മാരും പല തരത്തിലുള്ള ആംഗിളിൽ തന്നെയാണ് പറയാറുള്ളത്. പല ഗുരുക്കന്മാരും പറയും, ഇന്നിൽ ജീവിക്കൂ, നാളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാതിരിക്കൂ. അതിന് തീർച്ചയായിട്ടും ഒരർത്ഥം ഉണ്ടാകും. കാരണം വരുന്നുണ്ട്, നാളെ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെപ്പറ്റി യാതൊരു നിശ്ചയവുമില്ല. തീർച്ചയായിട്ടും ഇൻഫിനിറ്റാണ് ലോകം. നാളെ നമുക്ക് ഭൂകമ്പം ഉണ്ടാവാം, ദുരന്തങ്ങളുണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ നാളെപ്പറ്റി നമ്മൾ വ്യാകുലപ്പെട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നതിന് പകരം ഇന്നുള്ള സൗകര്യങ്ങളെ ജീവിച്ച് ആസ്വദിച്ച് പോവുക എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാകും. വേറൊരു ഭാഗമുണ്ട്, എങ്ങനെയാണ്? ഇന്നത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നാളെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് പറയും. നാളെ കരുതി വയ്ക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയും ജീവിച്ചു, ഇന്ന് നമ്മൾ സ്വസ്ഥമായിട്ട് ഇന്ന് വരെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു. പക്ഷേ നാളെ നമുക്ക് ജീവിക്കണം. നാളെ നമുക്ക് ജീവിക്കാൻ വേണ്ടി ഏതെല്ലാം കരുതലുകൾ വേണം, എന്തെല്ലാം പദ്ധതികൾ നമുക്ക് വേണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുട്ടികൾ ജീവിക്കണം, അടുത്ത തലമുറ ജീവിക്കണം, അതിൻ്റെ അടുത്ത തലമുറ ജീവിക്കണം. ഇവർക്കെല്ലാം തീർച്ചയായിട്ടും ഒരു വാല്യൂ ഉണ്ടാവണം. അവർക്ക് അടിസ്ഥാനം നമുക്ക് ഉണ്ടാക്കി വെച്ച് നമുക്ക് കൊടുത്ത് അതിന് മുകളിലേക്ക് അവർക്ക് വളരാൻ കഴിയണം. അപ്പോൾ രണ്ടാമതേ പറയുന്നത് എന്താ? ഇന്നിലല്ല നാളേക്ക് ജീവിക്കൂ. ഇപ്പോൾ നാളെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടി നമ്മുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ചിലർ പറയും, വന്ന വഴി മറക്കരുത്, നിങ്ങളാദ്യം ഇന്നലെ പറ്റി വിചാരിക്കൂ. ഒരു വലിയ വിഭാഗം നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങളിപ്പോൾ ഇത്ര ജാടയൊക്കെ കാണിച്ച് നിൽക്കുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു, എത്ര ബുദ്ധിമുട്ടിലാണ്, നിങ്ങൾ വന്ന വഴി മറന്നു കളിക്കരുത്, ആ വന്ന വഴി ഓർത്തില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ വീഴും എന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. കാരണം വളരെ കഷ്ടപ്പാടിൽ നിന്നും വളരെ മോശം സാഹചര്യത്തിൽ ഞാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇവിടെ എത്തി, എന്നിട്ട് ഇപ്പോൾ അതിന് അഹങ്കാരം കാണിക്കുകയാണ്. അതിനുവേണ്ടി കണ്ടമാനം എന്താ പറയുക, ഇന്നലെ ബുദ്ധിമുട്ടായിരുന്നു കൊണ്ട് ഇന്ന് നേടാവുന്നതെല്ലാം വളരെ പോഷായിട്ട് വളരെ നേടി വാങ്ങുന്നു. ആദ്യം നീ പഴയതിലേക്ക് ആലോചിക്കൂ, നാളെ അതിലേക്ക് പോകും. ഇങ്ങനെ 3 തരത്തിലും പല വിധത്തിൽ ഇത്തരം വിഷയങ്ങളെ പലരും നമ്മളെ ഉപദേശിച്ചു എന്ന് വരാം. ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ്? ഇതിൽ 3ലും ശരിയുണ്ട്, 3ലും തെറ്റുമുണ്ട് എന്നുള്ളതാണ് സത്യം. ഇന്നലെ നമ്മൾ അവസാനം പറഞ്ഞ ഇന്നലെ നമ്മൾ അറിയാതെ നമുക്ക് ഇന്നത്തേക്ക് എത്തണോ അല്ലെങ്കിൽ നാളേക്ക് പോകണോ എന്നുള്ളതാണ്. ഇന്നലെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. കാരണം ഇന്നലെയുള്ള നല്ല അബദ്ധങ്ങളാണ്, ഇന്നലെ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് ആക്ച്വലി നമ്മളെ ബലവാന്മാരാക്കിയത്. ഇന്നലെ നമുക്ക് എന്തുമാത്രം അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ, ആ അബദ്ധങ്ങളാണ് നമ്മളെ ചിന്തിപ്പിച്ചിട്ടുള്ളത്, നമ്മളെ പ്രവർത്തിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ നമുക്ക് എന്തുമാത്രം കഷ്ടപ്പാടുകൾ നമുക്ക് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായി എന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് ഇന്ന് മാറി ഇവിടെ എത്താൻ കഴിഞ്ഞല്ലോ എന്ന ഒരു മഹാഭാഗ്യം നമുക്കുണ്ട്. അപ്പോൾ വന്ന വഴി മറക്കാതിരിക്കണം. എന്തിനു വേണ്ടിയാണ്? നമ്മൾ വന്ന വഴിയിലുണ്ടായിരുന്ന അബദ്ധങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയാണ്. ആ അബദ്ധങ്ങൾ നാളെ നമുക്ക് റിപ്പീറ്റ് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നലെയിൽ നിന്ന് ഇന്ന് വന്നത് നമുക്ക് മറക്കരുത്. പക്ഷേ ഇന്നിനു വേണ്ടി, നാളേക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. രണ്ടാമത് പറയുക, ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പറ്റി ചിന്തിക്കുക. നാളെ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെപ്പറ്റി നമുക്ക് ജീവിക്കണം. തീർച്ചയായും ഇന്ന് നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോൾ ഇന്ന് കഴിക്കേണ്ട ഭക്ഷണം നമുക്ക് നാളെ കഴിച്ചിട്ട് കാര്യമില്ല. ഇന്ന് നമ്മൾ ചെയ്യേണ്ട കർമ്മം ഇന്നിന് പകരം നാളെ ചെയ്താൽ അത് സമൂഹത്തിന് യാതൊരു ഫലവും ഉണ്ടാവില്ല. നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല ഇന്നത്തെയാണ് എങ്കിൽ ഇന്നത് തീർക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ ഏൽക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ആരംഭിക്കുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ നമ്മുടെ കർമ്മത്തെ നമ്മൾ ഷെഡ്യൂൾ ചെയ്താൽ ആ കർമ്മത്തിൽ നാളെ ഉണ്ടാകുന്ന കോൺസിക്വൻസ് ചിന്തിക്കേണ്ടത് നമ്മുടെ കർമ്മമാണ് എങ്കിൽ തീർച്ചയായിട്ടും ചിന്തിക്കണം. അല്ല, അടിസ്ഥാനപരമായിട്ട് ഇന്ന് നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് കർമ്മം ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞു പോയാൽ അത് നാളെ അടുത്ത ഒരു ദിവസത്തേക്ക് നമുക്ക് മാറ്റിവെച്ചാൽ മതി. കാരണം ഇന്നും ഭംഗിയായി കഴിഞ്ഞല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സന്ധ്യാവന്ദനം ചെയ്യുന്നതിന് പ്രാധാന്യം. രാവിലെ കേൾക്കുമ്പോൾ ഇന്ന് നല്ല അവസരം തരണേ എന്നും വൈകിട്ട് ഇന്ന് അവസരം തന്നതിന് നന്ദി പറയുകയും ചെയ്യുന്ന ഒരു കൾച്ചറാണ് നമുക്കുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ബഹുമാനിക്കുക, നാളത്തെ പറ്റി അധികം വ്യാകുലപ്പെടാതിരിക്കുക. പക്ഷേ അവിടെയും വേറുന്നുണ്ട്. അവിടെയും 1% നാളെപ്പറ്റി ഒരു പ്രതീക്ഷ നമ്മളിലുണ്ട്. കാരണം ഇന്ന് ചെയ്യുന്നത് പോലെ തന്നെ നാളെ എനിക്ക് ചെയ്യാൻ കഴിയും, ഇതിലും ഭംഗിയായിട്ട് നാളെ എനിക്ക് ചെയ്യാൻ കഴിയുന്നൊരു പ്രതീക്ഷ കൊണ്ടാണ് എനിക്കിന്ന് ജോലി ചെയ്യാൻ കഴിഞ്ഞത്.
നാളെ എന്നൊരു പ്രതീക്ഷ എനിക്കില്ല എങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടവിടാണ്. ഇന്ന് വൈകുന്നേരം എൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ജോലിയില്ലെങ്കിൽ എനിക്കിന്ന് ആസ്വദിക്കാൻ കഴിയില്ല. കാരണം എനിക്ക് നാളെ എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി അറിയില്ല. കാരണം നാളെ ഞാൻ മരിക്കും എന്ന തോന്നൽ എനിക്കില്ല. ഈ ജോലിയിൽ നിന്ന് മാറി അടുത്ത ജോലിയിലേക്ക് എനിക്ക് നാളെ എന്ത് പ്രവേശിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെപ്പറ്റി ചിന്തിക്കുന്നതിന് ഒരു ചെറിയ ശതമാനം, അല്ലെങ്കിൽ ചെറുതിൽ വലിയൊരു ശതമാനം നാളത്തെ പറ്റി നമ്മൾ ചിന്തിച്ചേ മതിയാവും. ഇനി അപ്പുറത്തേക്ക് നാളേക്ക് മാത്രം ചിന്തിക്കുക, ഇന്നിൽ ജീവിക്കുക എന്ന് പറയുന്നൊരവസ്ഥ. അല്ലെങ്കിൽ ഇന്നത്തെ പറ്റി അല്ല ചിന്തിക്കേണ്ടത്, ഇന്നലത്തെ പറ്റി അല്ല ചിന്തിക്കേണ്ടത്, നാളേക്ക് പോയി ചിന്തിക്കണം എന്ന് പറയുന്ന ഭാഗം നോക്കിയാൽ തീർച്ചയായിട്ടും വളരെ ആവശ്യമുള്ളൊരു ഘടകമല്ലേ. കാരണം നാളെ നമ്മൾ ഇന്ന് ഇതുവരെ എത്തി, ഇന്നലെ വളരെയധികം കഷ്ടപ്പാടുകളിൽ കൂടെയും ബുദ്ധിമുട്ടുകളിൽ കൂടെയും നമ്മളൊരു പ്ലാറ്റ്ഫോമിലെത്തി. നമ്മൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ, ഇവിടെ എത്തി നിൽക്കുന്നത് നമ്മളൊരു അനവധി നിരവധി പടികളുള്ള ഒരു മല നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു പടിയുടെ ഇവിടെ നമ്മളെത്തി. ഇതിന് ഏറ്റവും മുകളിലേക്ക് കയറണം എന്നാണ് എൻ്റെ മോഹം. അല്ലെങ്കിൽ റിലേ പോലെ എൻ്റെ മകനോ അല്ലെങ്കിൽ അടുത്ത തലമുറയോ ഇതിന് മുകളിലേക്ക് എത്തണം. അപ്പോൾ ഞാൻ എത്തി നിൽക്കുന്ന ഭാഗത്തു നിന്ന് എനിക്ക് എന്തുമാത്രം ദൂരം എത്തിക്കാൻ കഴിയും എന്നുള്ളത് എൻ്റെ മോഹമാണ്, ആ ചിന്തയാണ്. കാരണം പടി എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആ പടിയുടെ ഈ ഒരു മേഖല വരെ ഞാൻ എത്തി. എവിടെ നിന്ന് എൻ്റെ മകനെയോ അല്ലെങ്കിൽ അടുത്ത തലമുറയോ ഞാൻ ഇതിൽ നിന്ന് മുകളിലേക്ക് എത്തിക്കാൻ ഞാൻ ഇവിടെ കൊണ്ട് എത്തിക്കണം. അപ്പോൾ ഞാൻ കയറുന്ന വഴിക്ക് തന്നെ എൻ്റെ കൂടെ സഹായികളെ, എൻ്റെ ഈ ബാറ്റൺ കൈമാറാൻ പാകത്തിനുള്ള അടുത്ത തലമുറയെ ഞാൻ കൂടെ കൊണ്ടുപോകണം. ഒരു കാലഘട്ടത്തിൽ നിന്ന് അവരെ ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയാൽ അവർക്ക് ഞാൻ ബാറ്റൺ കൈമാറുമ്പോൾ അവരവിടെ നിന്ന് കയറും. നിരയിച്ച് അടുത്ത തലമുറ. കാരണം എൻ്റെ ഭാവി എന്നുള്ളതല്ല പ്രശ്നം, എൻ്റെ ഭാവി ഞാൻ എത്ര സ്റ്റെപ്പ് കയറി എന്നുള്ളതല്ല പ്രശ്നം. കാരണം ഞാൻ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അടുത്ത തലമുറ വീണ്ടും ഒന്നേന്ന് പടി ആരംഭിക്കേണ്ടി വന്നാൽ ഞാനിവിടെ എത്തിയ പടിയിൽ വരെ എത്താൻ അവർക്ക് വീണ്ടും ഞാൻ പോയ അത്രയും ദൂരം വീണ്ടും വെറുതെ യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ അടുത്ത തലമുറയ്ക്ക് ഞാൻ എവിടെ എത്തി എന്നുള്ളതിൽ നിന്ന് അതിന് മുകളിലേക്ക് വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എൻ്റെ ഒരു ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഭാവിയാണ്. ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങൾ, ഇന്നലെ ഞാൻ ഇത്ര നടന്നു, ഇത്ര കഷ്ടപ്പെട്ടു. നമുക്കറിയാം പല റിട്ടയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ അതിഭീകരമായിട്ടുള്ള, ഇപ്പോൾ പട്ടാളത്തിലൊക്കെ വളരെയധികം കഷ്ടപ്പെട്ട് യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ റിട്ടയർമെൻറ്റ് വരുമ്പോൾ പലരും പറയും, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ യുദ്ധത്തിന് പോയിട്ടുണ്ട്, ഞാൻ പലരും കൊല്ലേണ്ടി എനിക്ക് വന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് അതൊരു തമാശയായിട്ടാണ് തോന്നുന്നത്. ഈ ജീവിതത്തിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിൽ അതിന് ഞാനെന്ത് വേണം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത് നമ്മുടെ സബ്ജക്റ്റില്ല, നമുക്ക് എവിടം വരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇവർ യുദ്ധം ചെയ്ത് ബാക്കി കഴിഞ്ഞതുകൊണ്ട് രാജ്യത്തിൻ്റെ ഒരു സേഫ്റ്റി അവർക്ക് ഉറപ്പാക്കിയിട്ട് അവർക്ക് ഇറങ്ങിപ്പോരാൻ കഴിഞ്ഞപ്പോൾ അതിന് മുകളിലേക്കാണ് അതിന് ശേഷം വന്ന പട്ടാളക്കാർ പ്രവർത്തനം നടത്തി രാജ്യത്തെ വീണ്ടും സെക്യൂർ ആക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇന്നലെ ചെയ്തവരുടെ ഗുണങ്ങൾ ഒട്ടും മോശമായിരുന്നില്ല. എപ്പോഴും ഓരോരുത്തരും ചെയ്തു വയ്ക്കുന്നത് നമ്മൾ സ്പോർട്സിൽ കാണുന്ന റിലേ പോലെ ഒരു ബാറ്റൺ ഒരു നിശ്ചിത മേഖലയിൽ നിന്ന് നിശ്ചിത മേഖലയിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുക. ആ എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ചിന്തയിൽ നിന്നും വളർത്തിക്കൊണ്ടുവന്ന ആശയങ്ങളും ചിന്തകളും ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് നമ്മൾ കൃത്യമായിട്ട് മാറ്റുമ്പോൾ മാത്രമേ സത്യത്തിൽ നമ്മളെ കൊണ്ട് ഈ സമൂഹത്തിന് കൃത്യമായി പ്രയോജനം ഉണ്ടായി എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ചിന്തകൾ ഏത് തരത്തിൽ ഏത് ഗുരുമുഖത്തിൽ നിന്ന് വന്നാലും ആ ചിന്തകളെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കി പെരുമാറി ഭാവിയിലേക്ക് വേണ്ടി, ഭാവിയുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ആക്കി വച്ചാൽ അതുതന്നെയായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയേണ്ടിയിരിക്കും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.